ഹലോ മക്കളെ, അപ്പൊ നമ്മുടെ PYQ സീരീസിലെ അടുത്ത എപ്പിസോഡാണ്. നമുക്ക് ക്വസ്റ്റ്യൻ എന്താ നോക്കിയാലോ. ഇൻ എ ക്ലാസ് ഓഫ് 60 സ്റ്റുഡൻസ് 30 ആർ ബോയ്സ്. അതായത് ഒരു ക്ലാസ്സിൽ 60 കുട്ടികളുണ്ട്, അതിൽ 30 ബോയ്സ് ആണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം ബാക്കി 30 എന്താ കാര്യം ഗേൾസ് ആയിരിക്കും. എന്താ ബാക്കി പറഞ്ഞത്? ഇൻ അനദർ ക്ലാസ് ഓഫ് 50 സ്റ്റുഡൻസ് 20 ആർ ഗേൾസ്. അതായത് വേറെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? 50 കുട്ടികളുണ്ട്, അതിൽ 20 എന്താണ് ഗേൾസ് ആണ്, ബാക്കി 30 എന്താ കാര്യം അപ്പോ ബോയ്സ് ആയിരിക്കും. ഇനി എന്താ നമ്മളോട് ചോദിച്ചത്? ഇഫ് യു സെലക്ട് വൺ സ്റ്റുഡൻറ് ഫ്രം ഈച്ച് ക്ലാസ്, നമ്മൾ 2 ക്ലാസ്സിൽ നിന്ന് ഓരോ കുട്ടിയെ വീതം എടുക്കുകയാണെങ്കിൽ എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ഹൗ മെനി പേഴ്സ് ആർ പോസിബിൾ? ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സ് കാണാൻ നമുക്കറിയാം. ആദ്യത്തെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? 60 കുട്ടികളുണ്ട്. ഇൻറ്റു രണ്ടാമത്തെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? 50 കുട്ടികളുണ്ട്. ഈസികൾ നമുക്ക് എത്ര കിട്ടും? 3000 കിട്ടുക. അതായത് ടോട്ടൽ എത്ര പേഴ്സ് ഉണ്ട് മക്കളെ? 3000 പേഴ്സിന്. എന്താ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് വൺ ബോയ് ആൻഡ് വൺ ഗേൾ? അതായത് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയും കിട്ടാനുള്ള സാധ്യത. അത് വരുമ്പോൾ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി പറയുമ്പോൾ 2 കണ്ടീഷൻ വരും. ആദ്യത്തേന്ന് ആൺകുട്ടി ആവാം, രണ്ടാമത്തേന്ന് പെൺകുട്ടി ആവാം. ആദ്യത്തേന്ന് പെൺകുട്ടി ആവാം, രണ്ടാമത്തേന്ന് ആൺകുട്ടിയാവും. 2 കണ്ടീഷൻ വരും. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യത്തേന്ന് ആൺകുട്ടി പറഞ്ഞാൽ 30 ഇൻറ്റു രണ്ടാമത്തേന്ന് പെൺകുട്ടി പറഞ്ഞാൽ 20. പിന്നെ നമ്മളൊരു പ്ലസ് ഇട്ട് കൊടുക്കണം. ഇനി എന്താണ്? ആദ്യത്തേന്ന് പെൺകുട്ടി 30 ഇൻറ്റു രണ്ടാമത്തേന്ന് ആൺകുട്ടി പറഞ്ഞാൽ 30 ഡിവൈഡ് ബൈ എന്താ ചെയ്ത് നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സ്, അതായത് 3000 കിട്ടും. അങ്ങനെയാണെങ്കിൽ എന്താ വരും മക്കളെ? 30 ഇൻറ്റു 20 പറഞ്ഞാൽ 600 പ്ലസ് 30 ഇൻറ്റു 30 പറഞ്ഞാൽ 900 ഡിവൈഡഡ് ബൈ 3000 കിട്ടും. ഈസിക്കൽ ടു 600 പ്ലസ് 900 പറഞ്ഞ എത്ര വരിക? 1500 ഡിവൈഡഡ് ബൈ 3000 കിട്ടും നമുക്ക് ആൻസർ. അതായത് പ്രോബബിലിറ്റി ഓഫ് വൺ ബോയ് ആൻഡ് വൺ ഗേൾ എത്ര കിട്ടും? 1500 ഡിവൈഡ് ബൈ 3000. എന്താ അടുത്ത് ചോദിച്ചത്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ബോയ്? അതായത് 2 ആൺകുട്ടിയാവാനുള്ള സാധ്യത. ഇങ്ങനെ മക്കളെ നമ്മൾ കണ്ടുപിടിക്കുക. ആദ്യത്തിൽ എത്ര ആൺകുട്ടികളുണ്ട്? 30 ആൺകുട്ടികളുണ്ട്. ഇൻറ്റു രണ്ടാമത്തിൽ എത്ര ആൺകുട്ടികളുണ്ട്? 30 ആൺകുട്ടികളുണ്ട്. ഡിവൈഡ് ബൈ എന്താ ചെയ്താ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സ്. ഈസിക്കൽ നമുക്ക് എത്ര കിട്ടും? 30 ഇൻറ്റു 30 പറഞ്ഞാൽ 900 വരും. ഡിവൈഡ് ബൈ എത്ര കിട്ടും നമുക്ക്? 3000 കിട്ടും. അതായത് ബോത്ത് ബോയ്സ് എത്ര കിട്ടും? 900 ഡിവൈഡ് ബൈ 3000. അടുത്ത എന്താ ചോദിച്ചത്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഗേൾ? അതായത് ഒന്നെങ്കിലും പെൺകുട്ടിയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒന്നെങ്കിലും പെൺകുട്ടി ആവാ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, ഒന്നെങ്കിലും പെൺകുട്ടി ആവാ പറഞ്ഞാൽ ടോട്ടൽ 3000 പേഴ്സ് അല്ലേ? ടോട്ടൽ പേഴ്സിന് ബോത്ത് ബോയ്സിൽ ഇത് കൊടുക്കണം. അറ്റ്ലീസ്റ്റ് വൺ ഗേൾ പറഞ്ഞാൽ ടോട്ടൽ പേഴ്സിന് ബോത്ത് ബോയ്സ് കൊടുക്കണം. അത് ബോത്ത് ബോയ്സ് എത്രയാണ്? 900 ആണ്. ഡിവൈഡ് ബൈ എന്തെന്നെ എഴുതുക? 3000 വരും. ഈ സിഗിൽ നമുക്ക് എത്ര കിട്ടും? 2100 ഡിവൈഡഡ് ബൈ 3000 ആൻസർ കിട്ടും. അപ്പൊ മക്കളെ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കില്ല. എന്താ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞത്? ഇൻ ദ ഫിഗർ ABCD ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ചിത്രത്തിൽ ABCD എന്താ മക്കളെ? ഒരു ചക്രീയ ചതുർഭുജ തന്നിട്ടുണ്ട്. വേറെ എന്താ തന്നിക്കണേ? ആംഗിൾ PBC, അതായത് PBC പറഞ്ഞ ആംഗിൾ 75 ഡിഗ്രിയും തന്നിട്ടുണ്ട്. കോൺ BAD പറഞ്ഞ ആംഗിൾ എത്ര തന്നിട്ടുണ്ട്? 70 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ഇനി എന്താ നമ്മളോട് കാണാൻ പറഞ്ഞത്? ആംഗിൾ ABC പറഞ്ഞ ഈ ആംഗിൾ അല്ലേ? അപ്പൊ നമുക്കറിയാം ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ ടോട്ടൽ ആംഗിൾ എത്രയാക്കാരം? 180 ഡിഗ്രി. മൊത്തം എത്രയാക്കാരം മക്കളെ? 180 ഡിഗ്രി. അതിന് 75 തന്നിട്ടില്ലേ? അപ്പൊ 180ന്ന് 75 കുറച്ച് നമുക്ക് ബാക്കി എത്ര കിട്ടും? 105 ഡിഗ്രിന്ന് കിട്ടും. അതായത് ഈ ആംഗിൾ എത്ര കിട്ടിയ മക്കളെ? നമുക്ക് 105 ഡിഗ്രിന്ന് കിട്ടി. കാരണം സ്ട്രൈറ്റ് ലൈൻ ആണ്. സ്ട്രൈറ്റ് ലൈൻ നമ്മൾ പഠിച്ചു. ടോട്ടൽ ആംഗിൾ എപ്പോഴും എത്രയാക്കാരം? മൊത്തം കൂട്ടിയ 180 കിട്ടണം. അപ്പൊ നമുക്ക് 180 മൈനസ് 75 എത്ര കിട്ടും? 105 ഡിഗ്രി. അതായത് 105 ഡിഗ്രിന്ന് കിട്ടും. എന്താ അടുത്തത് പറഞ്ഞ നമുക്ക്? ആംഗിൾ BCD പറഞ്ഞ ഈ ആംഗിൾ അല്ലേ? ഈ ആംഗിൾ അല്ലേ മക്കളെ? അതെങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം ഇതൊരു ചക്രീയ ചതുർഭുജാണ്. എതിർക്കോണുകൾ കൂട്ടി എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. അപ്പൊ മൊത്തം 180 ആണ്. മൈനസ് ഈ കോണ് കുറച്ചാൽ മതി. ഈ കോൺ എത്ര ഡിഗ്രി മക്കളെ? 70 ഡിഗ്രിയാണ്. ഈസിക്കൽ നമുക്ക് എത്ര കിട്ടും? 110 ഡിഗ്രിന്ന് കിട്ടും. കാരണം ഇത് രണ്ടും കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടണം മക്കളെ? 180 ഡിഗ്രിന്ന് കിട്ടണം. അങ്ങനെ നമുക്ക് കോൺ BCD കിട്ടി. എന്താ ഞാൻ അടുത്ത ചോദിച്ചത്? കോൺ ADC. ഏത് ADC പറഞ്ഞ ഈ കോണല്ലേ? അതെങ്ങനെ മക്കളെ നമ്മൾ കണ്ടുപിടിക്കുക? നമുക്കറിയാം എന്ത് ചതുർഭുജാണ്. നമുക്കറിയാം ഇത് എന്ത് ചതുർഭുജാണ്? സൈക്ലിക് അല്ലേ? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലേ? ചക്രീയ ചതുർഭുജല്ലേ? എതിർക്കോണുകൾ കൂട്ടി എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. അതങ്ങനെ അങ്ങനെയാണെങ്കിൽ ഇത് 105 ആണെങ്കിൽ ബാക്കി എത്ര വരിക? 180 മൈനസ് 105 ഈസിക്കൽ എത്ര കിട്ടും? 75 ഡിഗ്രിന്ന് കിട്ടും ഈ ആംഗിൾ. അപ്പൊ നമുക്ക് ഇതും കിട്ടി മക്കളെ, 75 ഡിഗ്രിന്ന് കിട്ടി. ഇനി ലാസ്റ്റ് ആയിട്ട് എന്താ ചോദിച്ചത്? ആംഗിൾ ADQ പറഞ്ഞ പുറത്തത്തെ ആംഗിൾ അല്ലേ? അത് എത്ര കിട്ടിയ മക്കളെ? ഇതൊരു സ്ട്രൈറ്റ് ലൈൻ അല്ലേ? അങ്ങനെയാണെങ്കിൽ മൊത്തം ആംഗിൾ എത്ര ആക്കാരം? 180 ആക്കാരം. അപ്പൊ 180 75 കുറച്ച് നമുക്ക് എത്ര കിട്ടും? 180 മൈനസ് 75 ഈസിക്കൽ നമുക്ക് എത്ര കിട്ടും മക്കളെ? 105 ഡിഗ്രിന്ന് കിട്ടും. അതായത് ഈ ആംഗിൾ എത്ര കിട്ടി മക്കളെ? നമുക്ക് 105 ഡിഗ്രിന്ന് കിട്ടി.